എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 64-ാം കേരള സ്കൂൾ കലോത്സവം നടക്കുന്ന സർവകലാ പൂരം നടക്കുന്ന തൃശ്ശൂരിലെ പൂരനഗരിയിൽ നിന്നും ഞങ്ങൾ തത്സമയം ചേരുകയാണ്. ഞാൻ പ്രജിൻ സി കണ്ണൻ, എനിക്കൊപ്പം ഞാൻ സ്മിത ഹരിദാസ്. ഈ പൂരക്കാലത്തിന്റെ വൈബിൽ കൂടെ തന്നെയാണ്, ഒരുപക്ഷെ അതിലേറെയാണ്. കാരണം പൂരത്തിന് നമുക്ക് കുടമാറ്റവും പാണ്ടിമേളവും ചെണ്ടമേളം അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതിപ്പോൾ കേരളത്തിലെ പുതിയ തലമുറ പോലും കാണാത്ത, കേൾക്കാത്ത, ഇനിയും അനുഭവിച്ചറിയാത്ത ഒരുപാട് കലകളുടെ സംഗമ ഭൂമിയായി മാറിയിരിക്കുന്നു ഈ തൃശ്ശൂർ പൂരനഗരി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നട്ടുച്ചയ്ക്ക് നല്ല ചൂടായിരുന്നു. പക്ഷേ കുറേശ്ശെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുമ്പോൾ, വലിയ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ അതാ പുരുഷാരം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിൻ്റെ ഒരു വൈബ് എങ്ങോട്ട് നോക്കിയാലും ഇങ്ങനെ കലകളുടെ സംഗമമാണ്. ഒരു വേദിയിൽ അങ്ങനെ കുച്ചിപ്പുടിയും തിരുവാതിരക്കളിയും നാടൻ പാട്ടും നാടോടി നൃത്തവും അതങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പുറത്തതാ സംഘഗാനമുണ്ട്, ചവിട്ട് നാടകമുണ്ട്, യക്ഷഗാനമുണ്ട്, പൂരക്കളിയുണ്ട്. അങ്ങനെ നമുക്ക് കാണണം എന്നുള്ള എല്ലാ കലകളും ഇവിടെയുണ്ട്. ഇതാ ഇങ്ങോട്ട് വരൂ, ഇനിയും എത്താത്തവർ ഇനിയും ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി എത്ര മത്സരങ്ങൾ പൂർത്തിയായി എന്നറിയുമ്പോഴാണ് നമ്മൾ അറിയുക. നമ്മൾ അറിയാതെ 152 ഇനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആകെയുള്ള 249 ഇനങ്ങളിൽ 152 എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ ഏത് ജില്ല ഇത്തവണ കപ്പടിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലേക്ക് കേവലം 98 മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 97 മത്സരങ്ങൾ ഇനി പൂർത്തിയാകാൻ ബാക്കിയുണ്ട്. അപ്പോൾ അറിയാം ആരായിരിക്കും ഇത്തവണ വിടുക എന്നുള്ളത്. നിലവിലെ പോയിന്റ് ഇപ്രകാരമാണ്. കണ്ണൂർ ജില്ല വ്യക്തമായ ലീഡോടെ 1ാം സ്ഥാനത്ത് ആധിപത്യം ഉറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. 619 പോയിന്റുമായി കണ്ണൂർ ജില്ല മുന്നിട്ട് നിൽക്കുന്ന 1ാം സ്ഥാനത്ത്. തൊട്ട് പിറകിൽ 605 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് മത്സരരംഗത്തുള്ളത്. അതിന് പിന്നിൽ ആതിഥേയർ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് തൃശ്ശൂർ ജില്ലയാണ് 603 പോയിന്റുമായി 3ാം സ്ഥാനത്ത്. തൊട്ട് പിന്നിൽ പാലക്കാടുണ്ട് 601 പോയിന്റുമായി. തിരുവനന്തപുരം ജില്ല തൊട്ട് പിറകിലുണ്ട് 555 പോയിന്റുമായി അവർ പിന്നിലുണ്ട്. അങ്ങനെ ഏറ്റവും പുതിയ പോയിന്റ് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 152 ഇനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രജിൻ, നമ്മൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് കണ്ടതാ, അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അത് കഴിഞ്ഞ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ച അവസാന ദിവസം നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.